Hi guys, welcome to Dream Ledgers Performance Managementന്റെ ഡിസംബർ പ്രീമോക്കിന്റെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസും ഡിസ്ക്രൈബിംഗ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യും, അതിന്റെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ചെയ്യും. സോ മൈസെൽഫ് ഐ ആം മക്ബുൽ കെ പി, യുവർ ട്യൂട്ടർ ഫോർ പെർഫോമൻസ് മാനേജ്മെന്റ് അറ്റ് ഡ്രീം ലെഡ്ജർ. ഓക്കെ, സോ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഇൻ എ മാനുഫാക്ചറിംഗ് ബിസിനസ് ഡസ് നോട്ട് ജസ്റ്റിഫൈ switching from traditional absorption costing to activity-based costing for overhead allocations per unit of product? ഇതിൽ ഏത് കണ്ടീഷനാണ് മാനുഫാക്ചറിങ് ബിസിനസിന്റെ ഈ ഒരു സ്വിച്ചിങ് ഫ്രം ട്രഡീഷണലിൽ നിന്ന് ആക്ടിവിറ്റി ബേസ്ഡിലേക്ക് മാറുമ്പോൾ ഉള്ള കാര്യത്തിന് ജസ്റ്റിഫൈ ചെയ്യാത്തത്? ഡസ് നോട്ട് ജസ്റ്റിഫൈ ആണ് അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. The business is planning to replace its existing standalone information system with an enterprise resource planning system, ERP system. ERP system എന്താണ് ഹെൽപ്പ് ചെയ്യാം? ERP സിസ്റ്റത്തിൽ കുറച്ചും കൂടി കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടും അല്ലെ. കുറച്ചും കൂടി കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ ഇല്ല, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും അല്ലെ. ഈ ഒരു കാര്യത്തിന് എത്രയും കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടോ അത്രയും നല്ലതാണ് അല്ലെ. സോ ഇത് ജസ്റ്റിഫൈങ് ആണ്, നോട്ട് ജസ്റ്റിഫൈങ് അല്ല. പിന്നെ ദ പ്രൊപ്പോർഷൻ ഓഫ് ഓവർഹെഡ്സ് കോസ്റ്റ് ഹാസ് നൗ എക്സീഡഡ് ദ പ്രൈം കോസ്റ്റ് ഇൻ റീസെന്റ് ഇയേഴ്സ്. പ്രൊപ്പോർഷനേറ്റ് ഓവർഹെഡ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ദ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് ഹൈലി മെഷീൻ ഇന്റൻസീവ്, ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ടൈലർഡ് ടു ഡിഫറെന്റ് പ്രൊഡക്ട്സ് യൂണിറ്റ്സ്. എന്ന് പറഞ്ഞാൽ ABC മോഡേൺ ടെക്നിക്, ഹൈലി മെഷീൻ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടെക്നിക് ആണല്ലേ. മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഒക്കെ വരുമ്പോൾ എപ്പോഴും നല്ലത് എന്താ? ABC ആണ്. ഈ അവസാനത്തെ എന്താ? ദ ബിസിനസ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ ലെസ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. എന്താ? ലെസ് കോമ്പറ്റീഷൻ ആയ കാരണം നമുക്ക് അധികം കോസ്റ്റ് മാനേജ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. പ്രോബബ്ലി സോറി പ്രോബബ്ലി നമ്മളായിരിക്കും ചിലപ്പോൾ ഒരു മൊണോപ്പൊളി പോലെ ആയിരിക്കും. സോ നമ്മൾ പ്രൈസിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ലാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ട? കോസ്റ്റിലും വ്യത്യാസം വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ബൈ ക്ലിക്കിംഗ് ഓൺ ദ റെലവെന്റ് ബോക്സസ് in the table below whether each of the statements regarding target cost gap is true or false. Target cost gap ന്റെ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. ഓക്കെ, the target cost gap reflects whether the actual performance achieved. അപ്പൊ തന്നെ കിട്ടിയില്ലേ? ആക്ച്വൽ പെർഫോമൻസ് അച്ചീവ് ഈസ് ബെറ്റർ ഓർ വേഴ്സ് ദാൻ ബഡ്ജറ്റഡ് പെർഫോമൻസ്. അങ്ങനെ ആക്ച്വൽ റിസൾട്ട് വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യാം? ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് കണ്ടുപിടിക്കുക അല്ലെ. സോ ഇത് ഫോൾസ് ആണ്. ഇനി techniques like value engineering, functional analysis, and reverse engineering can be used to narrow down the target cost gap. True, right? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് അപ്ഗ്രേഡ് ഓൺ ദ കറന്റ് മാനുഫാക്ചറിങ് ടെക്നോളജി ഈസ് ലൈക്ലി ടു റെഡ്യൂസ് ദ ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ്. ഇന്നോവേഷൻ വരുന്നതിനനുസരിച്ച് ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് എന്ത് ചെയ്യാം? കുറക്കാൻ പറ്റുമായിരിക്കും, റൈറ്റ്? അങ്ങനെ നമ്മൾ ചീപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ ചീപ്പർ ആവാൻ സാധ്യതയുണ്ട് ഇഫ് യു ആർ ലൈക്ക് യൂസിങ് കറന്റ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് വരുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അടുത്തത്, ദ റിവൈസിങ് ദ ടാർഗറ്റ് പ്രൈസ് ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് മാർജിൻ ടു റെഡ്യൂസ് ദ ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് അലൈൻസ് വിത്ത് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പിംഗ്. അല്ല, നമുക്ക് ടാർഗറ്റ് പ്രൈസ് അല്ല, ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അപ്പൊ ടാർഗറ്റ് കോസ്റ്റും ടാർഗറ്റ് പ്രോഫിറ്റും ഒക്കെ എന്ത് ചെയ്താൽ റിവൈസ് ചെയ്യുന്നതാണോ ടാർഗറ്റ് പ്രോഫിറ്റിൽ ചെയ്യുക? അല്ല, ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്നുള്ള ഒരു സാധനം വന്നിട്ടുള്ളത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ? TPAR ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. TPAറിന്റെ ഫോർമുല എന്താ? റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക്
Question വായിക്കാം. Sealco manufactures a single type of school uniform. The first step in the manufacturing process is fabric cutting. The fabric for each uniform is cut by a fully automated cutting machine. Seal has two of the of these machines. രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി cutting is followed by a sewing process using four manually operated sewing machines. ഇവിടെ ഫോർ ഉണ്ട്. ഓക്കെ. ഹാൻഡിൽ ബൈ ഫോർ സ്കിൽ ലേബേഴ്സ്, നാല് സ്കിൽ ലേബേഴ്സും ഉണ്ട്. അപ്പോൾ നാല് മെഷീനും ഉണ്ട്, നാല് ലേബറും ഉണ്ട്. ഇപ്പോൾ നാലാകും. ഓക്കെ. ദ ടീച്ചേഴ്സ് ഫോർ യുവർ സ്കൂൾ യൂണിഫോം ആസ് ഫോളോസ്. എന്താണ്? $38 ആണ് സെല്ലിംഗ് പ്രൈസ്. CS ratio, കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ 40% ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിഫോം റെപ്രസെൻറ്റഡ് ബൈ ഡയറക്ട് മെറ്റീരിയൽസ് 45% ആണ് വേരിയബിൾ കോസ്റ്റ്. കട്ടിംഗ് ടൈം പെർ യൂണിഫോം 0.1 hour ആണ്. സൂയിങ് ടൈം പെർ യൂണിഫോം 0.25 hours ആണ്. The 10 working hours a day for 30 days, a month of operation. Okay. The monthly output is 4,800 uniforms with monthly fixed overheads $30,000. What is the TPAR ratio closest to? ഇതിൽ ഏതിലാണോ ക്ലോസസ് ആയിട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? TPARനെ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ. നമുക്ക് ആദ്യം ഇതിൽ ഏതാ ബോട്ടിൽ നെക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ബോട്ടിൽ നെക്ക് കണ്ടുപിടിക്കണം. ലൈക്ക് ഈ രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ ഏതാ ബോട്ടിൽ നെക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ കട്ടിങ്ങിന്റെ കണ്ടുപിടിക്കാൻ നമുക്ക് കട്ടിങ്ങിന് എത്രയാണ് ടോട്ടൽ അവേഴ്സിൽ നോക്കണം. ടോട്ടൽ അവേഴ്സിൽ 10 മണിക്കൂർ ഒരു ദിവസം 2 മെഷീനാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ എന്താ 10 × 2 × 30, 30 ദിവസം, ഒരു മാസം പണിയെടുക്കുന്നുണ്ട്. അപ്പൊ എത്ര? 600 ആണ്. 600 hours ആണ് കട്ട് ചെയ്യുന്നത് ഒരു മാസം. ഇനി ഒരു മാസം 600 hour കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര? ഡിവൈഡ് ബൈ 0.1 ആണ് ഒരു യൂണിറ്റിന് യൂസ് ചെയ്യുന്നത് കട്ടിംഗ് ടൈം ഫോർ യൂണിഫോം. അപ്പൊ നമുക്ക് എത്ര യൂണിഫോം കിട്ടും? 6000 യൂണിഫോംസ് നമുക്ക് ഒരു മാസം ചെയ്യാൻ പറ്റും. ഓക്കെ. കട്ടിങ്ങിന് 6000 യൂണിഫോംസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സൂയിങ്ങിന്റെ ചെയ്യാം. സൂയിങ് എത്ര ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ. സൂയിങ്ങിന് നമുക്ക് എന്താ? സൂയിങ്ങിന് നമുക്ക് 10 days ഉണ്ട്, അല്ല 10 hours ഉണ്ട്, 4 മെഷീൻസ് ഉണ്ട്, പിന്നെന്താ 30 days ഉണ്ട്. സോ 1200 hours നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസത്തിൽ കിട്ടുന്നുണ്ട്. ഇനി അതിൽ 0.25 hours ആണ് ഒരു യൂണിറ്റിന് ചെയ്യാൻ എടുക്കുന്നത്. ഡിവൈഡ് ബൈ 0.25 കൊടുത്താൽ നമുക്ക് 4800 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓബ്വിയസ്ലി നമ്മളെ എന്താണ് ബോട്ടിൽ നെക്ക് ഷൂയിങ് ആണ്. ഓക്കെ. സൂയിങ് ആണ് ബോട്ടിൽ നെക്ക് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി കോസ്റ്റ് കണ്ടുപിടിക്കാം അല്ലെ. ഇനി കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ. സെല്ലിംഗ് പ്രൈസ് എത്ര? നമുക്ക് $38 ആണ്. ഇതിന്റെ 40% ആണ് കോൺട്രിബ്യൂഷൻ എങ്കിൽ 60% ആവില്ല അതിന്റെ കോസ്റ്റ് അല്ലെ. 40% ആണ് കോൺട്രിബ്യൂഷൻ, അപ്പോൾ 60% ആണ് എന്ത്? കോസ്റ്റ്. അപ്പോൾ 0.38 × 0.6 അല്ലെ. യെസ്. അപ്പോൾ 28.8. ഇതിൽ വേരിയബിൾ കോസ്റ്റ് കൊടുക്കണം. ഇതിന്റെ വേരിയബിൾ കോസ്റ്റ് എത്ര? 45% അല്ലെ. ഇതിന്റെ വേരിയബിൾ കോസ്റ്റ് എത്ര? 45%. 28.2ന്റെ 45% ആണ് ഇതിന്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 0.45, റൈറ്റ്. ഇൻറ്റു 0.45 ചെയ്ത് എത്ര കിട്ടും? 10.26 ആണ് എന്ത്? 10.26 ആണ്. നമുക്ക് സ്ക്രാച്ച് പാഡ് എടുക്കാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 10.26. ഓക്കെ. ഇനി 10.26 ആ വേരിയബിൾ കോസ്റ്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എത്രയാണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ കണ്ടുപിടിക്കാം. റിട്ടേൺ പെർ ഫാക്ടറി അവർ എത്രയാണ്? 38 -
10.26 എത്ര? അയ്യോ, വെയിറ്റ് ഗൈസ്. അപ്പോൾ 38 മൈനസ് 10.26 ചെയ്താൽ നമുക്ക് റിട്ടേൺ കിട്ടും. റിട്ടേൺ പെർ ഫാക്ടറി അവർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂണിറ്റ് ആണ്, റിട്ടേൺ പെർ യൂണിറ്റ് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ 0.25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടും. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഇസ് 11096. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കിട്ടി. റിട്ടേൺ പെർ ഫാക്ടറി അവർ നമുക്ക് എത്ര കിട്ടി? 110.96 അല്ലെ? അതെ, ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ അല്ലേ, നമുക്ക് ന്യൂമറേറ്റർ കിട്ടി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് വെച്ചിട്ട് കോസ്റ്റ് പെർ ഫാക്ടറി അവർ കണ്ടുപിടിക്കണം. ഈ കോസ്റ്റ് പെർ ഫാക്ടറി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കണം. ടോട്ടൽ കോസ്റ്റ് 4800 യൂണിറ്റ്സിന്റെ 4800 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേരിയബിൾ കോസ്റ്റ് അല്ലാത്ത ഭാഗം കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റ് 45% ആണെങ്കിൽ മറ്റേ കോസ്റ്റ് എത്ര? 55%. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ടുപിടിച്ച് 22.8 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 0.55 ചെയ്താൽ നമുക്ക് 12.54 കിട്ടും. ഇൻറ്റു 4800 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എത്ര? 60192. ഇനി അഡീഷണൽ ആയിട്ട് ഒരു ഫിക്സ്ഡ് ഓവർ ഹെഡ് ഉണ്ട്, എത്ര? 30,000. ഇപ്പോൾ ഇതിൽ പ്ലസ് 30,000 ചെയ്യാം, പ്ലസ് 30,000. 60192 പ്ലസ് 30,000 അല്ലേ? അതെ, ഇത് എത്ര കിട്ടും? 90192. 90192 നമുക്ക് എത്ര? ഫുൾ മന്തിന് വരുന്ന കോസ്റ്റ് ആണ്. അതിനെ നമുക്ക് ഒരു മാസം സ്യൂയിങ് അവർ എത്ര ഉണ്ടായിരുന്നു? 1200 hours ഉണ്ട്. 1200 hours ഒരു മാസം മൊത്തം നമുക്ക് കിട്ടുന്ന hours ആണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ 90192 ടോട്ടൽ കോസ്റ്റും ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സ് 1200. അപ്പോൾ റിട്ടേൺ പെർ കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടും എത്ര? 75.16. 75.16. ഇനി എന്താ? കോസ്റ്റ് പെർ ഫാക്ടറി അവർ 75.16 അല്ലെ? ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. എത്ര? 110.96 ഡിവൈഡ് ബൈ 75.16 എത്ര വരും? 1.476. എത്ര? 1.476. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. മാച്ച് ദ കറക്റ്റ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ടു ഈച്ച് ഓഫ് ദ വാല്യൂ ഫോർ മണി പെർഫോമൻസ് കാറ്റഗറി. The local police authority of Teeland is committed to provide a safe and secure living environment to the local community through crime prevention and education. The central government is assessing the performance of the local police authority for the past 1 year using the value for money framework, VFM, value for money. Okay, match the correct performance indicator to each of the four value for money പെർഫോമൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, എക്കോണമി, ഇ അല്ലെ? ഓക്കെ, ഇതില് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്, വാല്യൂ ഫോർ മണി ഇൻഡിക്കേറ്റർ ആണ്. ഇതിലേതാ? ക്രൈം റേറ്റ്. ക്രൈം റേറ്റ് കുറയുന്നതിന്, ക്രൈം റേറ്റ് കുറയണത് അതിന്റെ എന്താണ്? ഇതിന്റെ ക്രൈം പ്രിവെൻഷൻ ആണ് ഇവരെ ഒരു മോട്ടോ അല്ലെ? അപ്പൊ ക്രൈം റേറ്റ് കുറയുന്നത് എന്തായിരിക്കും? എഫക്റ്റീവ്നെസ് അല്ലെ? ക്രൈം റേറ്റ് കൂടുകയായിക്കോട്ടെ കുറയായിക്കോട്ടെ, ക്രൈം റേറ്റിൽ വ്യത്യാസം വരുന്നത് അവരെ എഫക്റ്റീവ്നെസ്സിനെയാണ് എന്ത് ചെയ്യുക, അവരെ കാണിക്കുക. ഇനി കോസ്റ്റ് പെർ ക്രൈം പ്രിവെൻഷൻ ക്യാമ്പയിൻ. കോസ്റ്റ് പെർ ക്രൈം പ്രിവെൻഷൻ ക്യാമ്പയിൻ. ഓക്കെ, കോസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്രൈമാണ്. ഓക്കെ, ഇത് കോസ്റ്റ് വരുന്ന കാര്യങ്ങൾ എപ്പോഴും എക്കോണമി ആയിരിക്കണം അല്ലെ? മോസ്റ്റ് പ്രോബബ്ലി കോസ്റ്റ് പെർ എന്നുള്ള കാര്യം വരുമ്പോൾ അത് എക്കോണമി ആവും. ഇനി നമ്പർ ഓഫ് റെസിഡൻസ് പെർ പോലീസ് ഓഫീസർ. ഇതൊരു നമ്പർ ഓഫ് റെസിഡൻസ് പെർ പോലീസ് ഓഫീസർ നമ്മളെ എഫിഷ്യൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, എഫിഷ്യൻസിനെ കാണിക്കുന്നതാണ് നമ്പർ ഓഫ് റെസിഡൻസ് പെർ പോലീസ് ഓഫീസർ എന്നുള്ളൊരു കാര്യം. ഒരു
ഒരു പോലീസ് ഓഫീസറിന് എത്ര ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു കണക്കാണത്. അത് എഫിഷ്യൻസിനെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ്, അത് എഫിഷ്യൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് EMA ടെക്നിക്സ് ഡസ് നോട്ട് കൺസിഡർ ഫിനാൻഷ്യൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ബിസിനസ് ആക്ടിവിറ്റി? ഫിനാൻഷ്യൽ കോസ്റ്റ് നോക്കാത്ത എൻവയോൺമെന്റൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏതാ? ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് അല്ലെ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിസിസ് എന്താ നോക്കണേ? നമ്മുടെ ഇൻപുട്ടും നമ്മളെ ഔട്ട്പുട്ടും എങ്ങനെയാണ് നമ്മുടെ നേച്ചറിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര നേച്ചുറൽ റിസോഴ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, നമ്മൾ ഔട്ട്പുട്ട് ത്രൂ എങ്ങനെയാണ് നമ്മളെ എന്ത്, നമ്മുടെ ഹാംഫുൾ ആണോ, നമ്മളെ ഈ ഭൂമിക്ക് എത്ര ഹാം ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട് എന്നുള്ള ഒരു കണക്ക് എടുക്കുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സെല്ലിംഗ് പ്രൈസ് യൂണിറ്റ് ഫോർ എ പീരിയഡ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സെല്ലിംഗ് പ്രൈസ്, ഇത് കുറച്ച് പണിണ്ട് തോന്നുന്നുണ്ട് അല്ലേ. ആപ്കോ ഈസ് planning to launch a new model of product into the market which currently dominated by a few players. Information on estimated revenue and cost for a period are as follows. Total revenue formula എന്നുണ്ട് 600Q minus 2.5Q square. അപ്പോൾ Q is sales volume in units. Direct material cost per unit ഉണ്ട് $116. വേരിയബിൾ കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട് $134. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട് 150 കോസ്റ്റ്. പ്രോഫിറ്റ് മാക്സിമൈസിങ് സെല്ലിംഗ് പ്രൈസ് ഫോർ പെർ യൂണിറ്റ് ഫോർ എ പീരിയഡ്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസിങ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇതിൽ ഞാൻ പറയാണ്, ഓക്കെ, സ്ക്രാച്ച് പാഡ് എടുക്കാം. ടോട്ടൽ റവന്യൂ നമുക്ക് 600Q minus 2.5Q എന്ന് കൊടുത്തിട്ടുണ്ട്. 2.5 സ്ക്വയർ അല്ലെ. ടോട്ടൽ റവന്യൂ എന്താ? ടോട്ടൽ റവന്യൂ എപ്പോഴും ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ, ഇൻറ്റു ക്വാണ്ടിറ്റി സെയിൽഡ്, റൈറ്റ്. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണല്ലോ എപ്പോഴും ടോട്ടൽ റവന്യൂ അല്ലേ. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ എപ്പോഴും എന്ത്, ടോട്ടൽ റവന്യൂ. ഇനി അപ്പൊ എന്ത് ചെയ്യാം, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 600 minus 2.5 into Q raised to square അല്ലേ. P into Q is equal to 600 minus 2.5 raised to square Q square അല്ലേ. അപ്പൊ നമുക്ക് P പ്രൈസിന് ഞാൻ P മാത്രം ആക്കുന്നു. P into Q is equal to 600 minus 2.5 Q raised. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, P ഈസ് ഈക്വൽ ടു, ഞാൻ ക്യൂവിനെ എന്ത് ചെയ്യണം, 600Q എന്നുണ്ട് അല്ലേ. സോറി ഗായ്സ്, ഇവിടെ 600Q ഉണ്ട്, ഇവിടെ 600Q ഉണ്ട്. ഞാൻ ഈ ക്യൂവിനെ ഞാൻ കണ്ട് ഒഴിവാക്കാം. 600Q minus 2.5Q raised to square ഹോൾ ഡിവൈഡഡ് ബൈ, ഇതെല്ലാം എന്ത് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പോകാം, ഇവിടെയുള്ള ഇൻറ്റുവിനെ, ഇവിടെയുള്ള ഈ ഇൻറ്റു ക്യൂവിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇറ്റ് വിൽ മേക്ക് മീ ഡിവൈഡ് ബൈ Q അല്ലേ. അപ്പൊ എന്ത് കിട്ടും, P ഈസ് ഈക്വൽ ടു 600 മൈനസ് 2.5Q. 2.5Q ഒരു ഇക്വേഷൻ കിട്ടിയില്ല, പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഇക്വേഷൻ കിട്ടിയില്ല. ഇനി നമുക്ക് Q കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇനി എന്താ, P ഈസ് ഈക്വൽ ടു A മൈനസ് BQ എന്നുള്ള ഒരു ഫോമുല നമ്മൾ പഠിച്ചിട്ടില്ലേ. MR ഈസ് ഈക്വൽ ടു A മൈനസ് 2BQ എന്ന് പറഞ്ഞിട്ടില്ലേ, 2BQ എന്ന് കൊടുത്തിട്ടില്ലേ അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പോ P is equal to A minus BQ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 600 മൈനസ് 2.5Q അല്ലേ. അപ്പോ MR is equal to 600 മൈനസ് 5Q. 2.5 into 2 എത്ര, 5 ആണ് അല്ലേ. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന സമയത്ത് നമുക്ക്
മാർജിനൽ കോസ്റ്റും സെയിം ആവില്ലേ? സോ എം സി ഇസ് ഈക്വൽ ടു എം ആർ അല്ലെ? ഇനി മാർജിനൽ കോസ്റ്റ് എത്ര? 116 പ്ലസ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് കൺവേർഷൻ യൂണിറ്റും, കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റും. അപ്പോൾ 116 പ്ലസ് 134 നമുക്ക് 150 കിട്ടും. ഓക്കെ, അപ്പൊ എന്താ പറയണേ? 150 ഈസ് ഈക്വൽ ടു 600 മൈനസ് 5Q. അപ്പൊ എന്താ? 5Q ഈസ് ഈക്വൽ ടു 600 മൈനസ് 150, റൈറ്റ് അല്ലേ? ആണ്. സോറി ഗൈസ്, ഇവിടെ 150 അല്ല, ദിസ് ഇസ് 250. 250 250. അപ്പോൾ Q is equal to 350 divided by 5. നമുക്ക് എത്ര കിട്ടും? 70. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ, നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിലത്തെ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്തു. ഇനി ഈ 70നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പിയുടെ ഇക്വേഷനിൽ കൊടുത്താൽ പ്രൈസ് കിട്ടില്ല. പി ഈസ് ഈക്വൽ ടു 600 മൈനസ് 2.5 ഇൻറ്റു 70 അല്ലേ? റൈറ്റ്. യെസ്. അപ്പൊ എത്ര കിട്ടും? 600 മൈനസ് 70 ഇൻറ്റു 170 ഇൻറ്റു 2.5 വിൽ ഗിവ് മീ 175 ഈസ് ഈക്വൽ ടു പി. ഇനി അപ്പൊ പി എത്ര? പി ഈസ് ഈക്വൽ ടു 425. അപ്പൊ എന്താ, എത്ര പ്രൈസ്? എത്ര? 425. ഓക്കെ, പ്രൈസ് എത്ര വരാം? 425. ഇനി അടുത്ത, Steelco is an established manufacturing company operating in a market where competition has recently become more intense than ever before. The management is exploring various budgeting systems to adapt in the upcoming period. Indicate by the clicking on the relevant boxes in the table below whether each of the following conditions will justify the use of incremental budgeting as appropriate or inappropriate. എന്താ? ഈ റെലവെന്റ് ആയിട്ടുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ ഹാസ് ബീൻ എ മേജർ ഇഷ്യൂ ഫോർ ദ കമ്പനി. കോസ്റ്റ് കൺട്രോൾ മേജർ ഇഷ്യൂ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഓക്കെ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് നടക്കോ എന്നാണ് പറയുന്നത്. യൂസ് ഓഫ് ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ്. കോസ്റ്റ് കൺട്രോൾ മേജർ ഇഷ്യൂ ആയിട്ടുള്ള സ്ഥലത്ത് ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൺട്രോളേ നടക്കത്തില്ല. ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എല്ലാ മിസ്റ്റേക്കും വീണ്ടും ചെയ്യും. അപ്പൊ ഇവിടെ എന്താ, ഒരു സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് എപ്പോഴും നല്ലത്. ഹൗ വെർ ദർ ഈസ് ഗുഡ് മേജർ കോസ്റ്റ് കൺട്രോളിങ് ഇഷ്യൂസ് ഉള്ള സ്ഥലത്ത്, നല്ല കോസ്റ്റ് കൺട്രോളിങ് ഇഷ്യൂ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യായിട്ടുള്ളൂ, നല്ലത് ഇൻക്രിമെന്റൽ യൂസിങ് ആണ്. മാത്രമല്ല അവിടെ നല്ലത് എന്താ, ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് ആണ് നല്ല കോസ്റ്റ് കൺട്രോൾ ഉള്ള സ്ഥലത്ത്. അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, മോർ ദാൻ 90% ഓഫ് ദ കോസ്റ്റ് കമ്പനീസ് കോസ്റ്റ് ആർ കോൺട്രാക്ച്വൽ ആൻഡ് ദെർഫോർ നോൺ ഡിസ്ക്രിഷണറി. അതെന്താ, അപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, ഇനി സെവറൽ മേജർ ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് ആർ പ്ലാനിങ് ടു പെനട്രേറ്റ് ദ മാർക്കറ്റ് ഇൻ വിച്ച് സ്റ്റീൽകോ ഓപ്പറേറ്റ്സ്. അപ്പൊ ഇത് എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി മോഡേൺ മാനുഫാക്ചറിങ് അതെന്താ, യൂസിങ് ABC വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ പെർ യൂണിറ്റ് ഫോർ ഹെഡ്വെയർ വൈ, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എ മോഡേൺ മാനുഫാക്ചറിങ് കമ്പനി സ്പെഷ്യലൈസസ് ഇൻ ദ producing range of headwear customizable to meet customers needs. Information for the current year's operation is as follows. Cost pool ഉണ്ട്, പിന്നെന്താ, information for one of the customer order for headwear y during the years as follows. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ 2500 യൂണിറ്റ്സ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പെർ ബാച്ച്, ഒരു ബാച്ചിൽ നമുക്ക് 50 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ബാച്ചസ് പ്രൊഡ്യൂസ് പെർ പ്രൊഡക്ഷൻ റൺ, പ്രൊഡക്ഷൻ റണ്ണ് 2 ബാച്ചിൽ ഒരു പ്രൊഡക്ഷൻ റൺ നമ്മൾ ചെയ്യണം.
Machine hours required for one per unit 0.25. Direct cost per unit $12. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ എടുക്കാം. നമുക്ക് ഓരോ കോസ്റ്റിനെ നമുക്ക് പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് എത്രയാണ്, മെഷീൻ ഹാൻഡ്ലിംഗ് കോസ്റ്റ് എത്രയാണ്, പ്രൊഡക്റ്റ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ഈ പ്രൊഡക്ഷൻ സെറ്റപ്പിന്റെ കോസ്റ്റിന് എത്ര വരിക നോക്കാം. സോ ഇറ്റ് വിൽ ഗിവ് us 75,000 യൂണിറ്റ്സ്, അല്ല $75,000 അവര് 200 പ്രൊഡക്ഷൻ റൺസിനാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ റണ്ണിന് ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കോസ്റ്റ് വരും? ഒരു പ്രൊഡക്ഷൻ റണ്ണിന് $375 ആണ്. $375 ആണ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ റണ്ണിന് കൊടുക്കണം. അപ്പോൾ 375 പ്രൊഡക്ഷൻ റണ്ണ്, അല്ല, $375 ആണ് ഒരു പ്രൊഡക്ഷൻ റണ്ണെങ്കിൽ നമ്മൾ എത്ര പ്രൊഡക്ഷൻ റൺ ചെയ്യണം? 2500 ഡിവൈഡഡ് ബൈ 50 അല്ലെ, ഒരു 2500. ഓക്കെ, യൂണിറ്റ്സ് ഓർഡേർഡ് 2500 ആണ്. ഒരു ബാച്ചിന് 50 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 ബാച്ചിന് ഒരു പ്രൊഡക്ഷൻ റൺ വേണം. ഓക്കെ, നമ്പർ ഓഫ് ബാച്ചസ് പ്രൊഡ്യൂസ് പെർ പ്രൊഡക്ഷൻ റൺ 2. അപ്പോൾ നമുക്ക് എത്ര ബാച്ച് ടോട്ടൽ വേണം? 2500 ഡിവൈഡ് ബൈ 50 എത്ര? 50 ബാച്ചസ് പ്രിപ്പയർ ചെയ്യണം. അതിൽ 2 ഒന്നിന് എന്ത് വേണം? പ്രൊഡക്ഷൻ റണ്ണും ചെയ്യണം. അപ്പോൾ 50 ബാച്ചസ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ 25 ബാച്ചസിന് നമ്മൾ പ്രൊഡക്ഷൻ റൺ ചെയ്യണം. അപ്പോൾ 25 ഇൻറ്റു 375 നമുക്ക് എത്ര കിട്ടും? 9375. ഓക്കെ, നമുക്ക് 9375. ഓക്കെ, അത് സ്ക്രാച്ച് പാഡിൽ നമ്മൾ എഴുതി വെക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഈ മെഷീൻ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ടോട്ടൽ എത്ര? 110000 ഡിവൈഡ് ബൈ അവർ 25,000 മെഷീൻ അവേഴ്സിനാണ് അത്രയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് എത്ര വരിക? 4.4 ഒരു മണിക്കൂറിന് വരുമെങ്കിൽ നമുക്ക് എത്ര വേണം? മെഷീൻ അവർ വേണം എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, 0.25 മെഷീൻ അവർ, ഇത് ഒരു മണിക്കൂറിന്. അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂർ വേണം? നമ്മൾ ടോട്ടൽ എത്ര മെഷീൻ ഹെഡ് ക്യാപ്പ് ഉണ്ടാക്കുന്നത്? 2500 ഡിവൈഡ് ബൈ 0.25 എത്ര? 10,000 hours ആണ് അല്ലെ. 10,000 hours ഇൻറ്റു 4.4 നമുക്ക് എത്ര കിട്ടും? അങ്ങനെയല്ല, സോറി ഗൈസ്, 2500 ഇൻറ്റു ആണ്, ഡിവൈഡ് അല്ല. സോറി, എനിക്ക് ആൻസർ കിട്ടിയപ്പോഴാണ് ആ മിസ്റ്റേക്ക് മനസ്സിലായത്. സോറി ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കെയർലെസ് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ സയൻസും ഓരോ ഇൻഫോർമേഷൻസ് എടുത്ത് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു മിസ്റ്റേക്ക് തന്നെ എനിക്കും നിങ്ങൾക്കും വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2.5 ആണ്. ഇൻറ്റു 2.5 625 ആണ് നമുക്ക് ഒരു മണിക്കൂറിന് വരുന്നത്. അല്ല, 625 hours ആണ് നമുക്ക് വരുന്നത്. ഇൻറ്റു നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച ഒരു മണിക്കൂറിന് എത്ര കോസ്റ്റ്? 4.4 ആണ്. അപ്പോൾ 2750 പ്ലസ് 2750. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് എത്ര? 95,000 ഡിവൈഡ് ബൈ 380 ബാച്ചസ് ആണ് അല്ലേ. 380 ബാച്ചസ് എന്ന് പറഞ്ഞാൽ 250. നമുക്ക് ടോട്ടൽ എത്ര ബാച്ചസ് ഉണ്ട്? 50 ബാച്ചസ് അല്ലെ. അപ്പോൾ 380 പെർ ബാച്ച് ഇൻറ്റു 50 ചെയ്താൽ 12,500. അപ്പോൾ പ്ലസ് ഇവിടെ നമുക്ക് പ്ലസ് 12,500. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര? 9375 പ്ലസ് 2750 പ്ലസ് 12,500. 9375 എത്ര കിട്ടും? 24625 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇതിനെ ഡിവൈഡഡ് ബൈ 2500 ചെയ്താൽ നിങ്ങൾക്ക് 9.81. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്, കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ.
9.81 divided by 2500 ചെയ്താൽ 9.85 കിട്ടും. ഇത് കിട്ടിയ ഉടനെ ചാടിപ്പോയി ഇത് മാർക്ക് ചെയ്യരുത്. ബിക്കോസ് there's a direct cost per unit. അപ്പോ ഇതിനെ ഈ 9.85 പ്ലസ് 12 ചെയ്ത് 21.85 ആണ്. സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ്സ് തിയറി ഓഫ് കൺസ്ട്രെയിന്റ്? തിയറി ഓഫ് കൺസ്ട്രെയിന്റ് എന്താ? ഓക്കെ, the marginal return generated by an additional resource will start decreasing at a certain level of production. ഇത് മാർജിനൽ തിയറി ഓഫ് കൺസ്ട്രെയിന്റിന്റെ ഒരു തിയറി ആണോ? അല്ല. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു അനദർ ടോപ്പിക് ഇൻ അവർ പെർഫോമൻസ് മാനേജ്മെന്റ്. വേറെ ഒരു ടോപ്പിക്, പി എമ്മിന് തന്നെ വേറൊരു ടോപ്പിക്കിന് തന്നെ, അല്ലേ? ഓക്കെ, ഇതല്ല. ഇനി ഇൻ എവറി പ്രൊഡക്ഷൻ പ്രോസസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് one factor that limits its performance and as a result its output. ഇതല്ലേ തിയറി ഓഫ് കൺസ്ട്രെയിന്റ്? യെസ്, ആൻസർ ഓൾറെഡി ആയി. എന്നാലും നമുക്ക് അടുത്ത് ചെയ്യാം. ഇൻ ലേബർ ഇന്റൻസീവ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഇൻ എഫിഷ്യൻസി. ഇനി നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയതിനു ശേഷം ഇത് രണ്ടും വായിക്കണം എന്നില്ല. ഓക്കെ, എക്സാമിന് വരുമ്പോൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. ഇനി in a labor intensive process improvements in efficiency would eventually cease when staff reach the physical limits. എന്താ? ലേണിംഗ് കർവ് ആണ്, അല്ലേ? Direct labor costs should be treated as fixed costs in short term because these costs are unavoidable in that time frame. A separate topic from PMന്റെ തിയറി ആണ്. റൈറ്റ്, അപ്പൊ നമുക്ക് ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The 10th question. Okay, Arco makes two products, P1 and P2. Budgeted details of which are as follows. Okay, പ്രൈസ് $12 P1-ന്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. P2ന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഇതാ 10,000 units, 15,000 units of P2. The fixed overheads so included in P1 related to apportionment of general overheads only. However, P2 have specific overheads totaling $5,000. If only P1 were to meet, how many units to the nearest unit would need to be made in order to achieve a profit of 50,000 each year? 50,000 each year കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ, നമുക്ക് എത്ര ടാർഗറ്റ് പ്രോഫിറ്റ് യൂണിറ്റ്സിന്റെ ഫോർമുല എന്താ? ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെ? ഇത് ഹോൾ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, ഇതാണ് ഫോർമുല, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1.5 ഓവർഹെഡ്, 1.5 ടോട്ടൽ ജനറൽ ഓവർഹെഡ് ആണ് P1ന്റെ. അപ്പോ 1.5 ഇൻറ്റു 10,000 യൂണിറ്റ്സ് ജനറൽ ഓവർഹെഡ്സ് ആണ്, അതന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് 15,000. ഓക്കെ, ഇനി P2ന്റെ $1 ഇൻറ്റു 15,000. 15,000 സ്പെസിഫിക്കലി 5,000 ഇതിൽ P2ൻ്റെതുള്ള കാരണം ഇത് നമുക്ക് P2 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലാത്ത കാരണം ഈ P1 മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P2 ഇല്ലാക്കണില്ലെങ്കിൽ അത്രയും നമുക്ക് കോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സേവ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ 10,000 പ്ലസ് 15,000 നമുക്ക് ടോട്ടൽ 25,000 ആണ് നമ്മുടെ ഫിക്സ് കോസ്റ്റ്. 25,000 പ്ലസ് നമ്മുടെ ആവറേജ് അച്ചീവ് ചെയ്യേണ്ട പ്രോഫിറ്റ് എത്ര? 50,000, അല്ലെ? 50,000 will give you 75,000 അച്ചീവ് ചെയ്യണം. 75,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യണം. അപ്പൊ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെ? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ? 12 മൈനസ് 4.5 മൈനസ് 2 മൈനസ് 0.7, അല്ലെ? ആണ്. എത്ര കിട്ടും? 4.8 കിട്ടും. അപ്പോ 75,000 ഡിവൈഡഡ് ബൈ 4.8 give me 15,625 units. Option D. Okay. Next question. Okay.
Zelco has two profit centers, Division M and Division C, both selling same product M1 at different locations. Division M currently produces and supplies product M1 solely to the external market at a price of $180. With a total cost per unit 125, അതിൽ 60% variable cost ആണ്. The division always operate at its full capacity. There is no spare capacity. Given that Division C has no production facility, it sources product M1 either from a nearby external supplier at a price of $186 per unit or from Division M. Purchasing product M1 from Division M will incur a transportation cost of $9. Different locations ഉണ്ടാവും. The external selling price of product M1 as set by Division C is $190 per unit. For the upcoming period, Division C plans to obtain product M1 from Division M and has requested for a quotation. Division M has quoted a price of $183 per unit. Identify by clicking on the relevant boxes in the table below whether each of the statements regarding the response of both divisions on the transfer price quoted is true or false. Transfer price in the question ആണല്ലേ. Division M will negatively impacted by transferring additional output of M1 to Division C. ഡിവിഷൻ സിക്ക് നമുക്ക് ടോട്ടലി എത്ര ഇത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുമെന്ന് നോക്കണമെങ്കിൽ നമുക്ക് മിനിമം ട്രാൻസ്ഫർ പ്രൈസ് കിട്ടണം അല്ലെ. മിനിമം ട്രാൻസ്ഫർ പ്രൈസ് എത്ര ആവണം? നമുക്ക് അതിന്റെ മാർജിനൽ കോസ്റ്റ് കിട്ടണം. മാർജിനൽ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എത്ര? 125ന്റെ 60% ആണ് അല്ലെ. അപ്പോ 125 ഇൻറ്റു 0.6 ചെയ്താ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പോൾ $75 ആണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഫുൾ സ്പെയർ കപ്പാസിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ലോസ് കോൺട്രിബ്യൂഷനും പിന്നെന്താ നമ്മുടെ ഈ കോസ്റ്റും ആണ് നമുക്ക് വരിക, മിനിമം ട്രാൻസ്ഫറിങ് പ്രൈസ് വരിക അല്ലെ. അപ്പോൾ ലോസ് കോൺട്രിബ്യൂഷൻ എത്ര? ലോസ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്ര? എക്സ്റ്റേണലി സെല്ലിങ് $180 ആണ്. $180. Where's my calculator? അപ്പോ കാൽക്കുലേറ്റർ $180 ആ. $180 ആണെങ്കിൽ എനിക്ക് $180 75 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ലോസ് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ 105 ആണ് എൻ്റെ ലോസ് കോൺട്രിബ്യൂഷൻ. ലോസ് കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എത്ര? 75. അപ്പൊ എനിക്ക് $180 കിട്ടും. $180 ആണ് അപ്പൊ എൻ്റെ മിനിമം പ്രൈസ്. സോ 183 കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ $180 മിനിമം പ്രൈസ് ആണെങ്കിൽ ഇതെന്താ? നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് അല്ല, പോസിറ്റീവ് തന്നെയാണ്, ട്രൂ ആണ്. ഓക്കെ, Division C is likely to agree to the transfer price and proceed with purchasing product M1 from Division M. It's likely to agree to the transfer price and proceed with purchasing. അപ്പോൾ നമുക്ക് മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് കിട്ടണം. മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് കിട്ടണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി ഒരാൾ തരുന്നുണ്ട് 186. ഇതോ മറ്റേത് വെച്ചിട്ട് കിട്ടുന്നതിന്റെ മറ്റേത് 190, എക്സ്റ്റേണൽ സെയിൽസ് 190. ഓക്കെ, 190 മൈനസ് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ലേ? എക്സ്ട്രാ കോസ്റ്റ് $9. 181. ഇതോ 186 ഏതാ ലോവർ, അതാണ് നമ്മുടെ മാക്സിമം ടാർഗറ്റ് പ്രൈസ്. നമുക്ക് 181 കിട്ടുന്നുള്ളൂ. അപ്പോൾ 183ക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ $9 കോസ്റ്റ് വന്ന് 192 ആണ് നമുക്ക് വരിക. നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരിക 190 മൈനസ് 192 വിൽ ഗിവ് മീ a -$2.
എനിക്ക് -$2 കിട്ടുക. കാരണം കോസ്റ്റ് അല്ല, സെല്ലിംഗ് പ്രൈസ് 190 ആണ്, കോസ്റ്റ് 192 ആണെങ്കിൽ എനിക്ക് -$2 ആണ്. അപ്പോൾ ഞാൻ എന്തല്ല എഗ്രി ചെയ്യില്ല. മിനിമം ട്രാൻസ്ഫർ പ്രൈസ്, മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് 181 ആവും. സോ 183ക്ക് ഐ ബി നോട്ട് എഗ്രിയിങ് അല്ലെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഐസ്ക്രീം ക്രോപ്പ് ഐസ്ക്രീം കോ predicts its sales volume using the following equation: 180 105500 plus 8000 x. X denotes the quarter number where the first quarter year is 1. The first quarter of year 1 is 10. They also apply the following seasonal variance: quarter 1 60,000, quarter 2 110,000, quarter 3 150,000 and quarter 4 80,000. നമുക്ക് സ്ക്രാച്ച് പാഡ് എടുക്കാം. നമുക്ക് ഏതിന്റെ ഇതാ നോക്കാം. വാട്ട് ആർ ദ ഫോർകാസ്റ്റ് സെയിൽ യൂണിറ്റ്സ് ഫോർ ദ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ഇയർ 3? ഇയർ 3ത്തെ സെക്കൻഡ് ക്വാർട്ടർ ആണ്. ഓക്കെ, ഇയർ 3ത്തെ സെക്കൻഡ് ക്വാർട്ടർ ആണെങ്കിൽ ഇയർ 1 ക്വാർട്ടർ 1 നമുക്ക് എന്താ 10 ആണ്. അപ്പോൾ ക്വാർട്ടർ 2 11, quarter 3 12, quarter 4 13, and year 2 quarter 1 14, quarter 2 15, quarter 3 16, quarter 4 17, and quarter അടുത്ത ഇയർ 3 എത്തിയില്ലേ. ഇയർ 3 ക്വാർട്ടർ 1 നമുക്ക് എത്ര 18ഉം ഇയർ 3 ക്വാർട്ടർ 2 ആണ് നമ്മുടേത്. ഇറ്റ് വിൽ ബി 19. അപ്പോൾ 19 ആണ്. ഓക്കെ, അപ്പൊ X 19 ആണ്. അപ്പൊ കാൽക്കുലേറ്റർ എടുക്കാം. ഓക്കെ, 8000 ഇൻറ്റു 19 എത്ര വരും? 152,000 പ്ലസ് 1050 അല്ല 105500 will give me 1055. ഇത് പ്ലസ് അമർത്തില്ല അല്ലെ. 8000 ഇൻറ്റു 19 നമുക്ക് പ്ലസ് 105500. ഇത് 257500 നേരെ പിടിച്ച് എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൽ എന്തുണ്ട്, ഒരു എന്താണ് ഒരു സീസണൽ വേരിയേഷൻ ഉണ്ട്. 110% ആണ്. അപ്പോൾ ഇതിനെ ഇൻറ്റു 110% ആണ് 1.1. അപ്പോൾ 283,250 283,250 റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What was the adverse sales mix profit variance? Adverse sales mix profit variance ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റർ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആക്ച്വൽ സെയിൽസ് മിക്സ് എത്ര? 1200 and 600 ആണ്. അപ്പോൾ 2:1 ആണ് എന്ത് ആക്ച്വൽ സെയിൽസ് മിക്സ് അല്ലെ. സോ ഈ 1100 പ്ലസ് 10,000 1800. അപ്പോൾ എക്സ് എത്ര ഉണ്ടാക്കണം? 1800 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 അല്ലെ. 1800 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. 1200 ഉണ്ടാക്കേണ്ട അടുത്ത് 1100 ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ 100 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എത്ര? $9 ആണ് അല്ലേ. $9. അപ്പോൾ ഇൻറ്റു 900 നമുക്ക് 900 ഇൻറ്റു 900 അല്ല, ഇൻറ്റു 100 ഇൻറ്റു 9 നമുക്ക് 900 ഒരു ലോസ് വരുന്നുണ്ട്. ഇത് ലോസ് ആണ്, കാരണം 100 ലെസ് ആണ് ആക്ച്വലിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ. ഇനി 1800 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3. 1800 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 600 ഉണ്ടാക്കേണ്ട കൊടുത്ത് നമുക്ക് 700 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രോഫിറ്റ് പെർ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് 4 ആണ്. അപ്പോൾ നമുക്ക് 100 ഇൻറ്റു 4 പോസിറ്റീവ് ആണ്, 900 നെഗറ്റീവും അതിൽ നിന്ന് 400 പോസിറ്റീവും മൈനസ് ചെയ്താൽ നമുക്ക് 500 നെഗറ്റീവ് കിട്ടും. അപ്പോൾ അഡ്വേഴ്സ് വേരിയൻസ് എത്ര? 500 ആണ്.
ഓക്കെ, ഇനി അടുത്തത് select whether each of the following statements regarding performance management in non-for-profit organization is or are correct. Non-for-profit ഓർഗനൈസേഷന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് നോൺ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ക്യാൻ ഓഫൺ ബി നോൺ ഫിനാൻഷ്യൽ ഓർ നോൺ ക്വാണ്ടിഫയബിൾ വിച്ച് മേക്സ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു അസസ് വെദർ ഒബ്ജക്റ്റീവ് ഹാവ് ബീൻ അച്ചീവ്ഡ്. ശരിയാണല്ലേ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയ കാരണം അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ക്വാണ്ടിഫയബിൾ ആയിരിക്കില്ല. മോസ്റ്റ്ലി ക്വാളിറ്റി ബേസ്ഡ് ആവും അല്ലെ. അപ്പോ അത് കറക്റ്റാണ്. ബിക്കോസ് ദീസ് ഓർഗനൈസേഷൻ ഹാവ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ക്യാൻ ബി ഓഫൺ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ വിച്ച് വൺസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു മെഷർ. ഇതും കറക്റ്റാണ്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉള്ള കാരണം ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള അവർക്ക് മെഷർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. Unlike commercial organization, not-for-profit organization need to focus primarily on the interests of internal stakeholders when managing performance. അല്ല, ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, അവര് എന്താണോ അവരെ ഉദ്ദേശം, വാട്ട് ഈസ് ദ എയിം, അവര് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടല്ല, അവരുടെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ സെക്ഷൻ എയ്ത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ എയ്ത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ ഫെസിലിറ്റേറ്റ്സ് ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ബി യൂസ് ഫോർ ടൈം സീരീസ് അനാലിസിസ്? ഒരു ടൈം സീരീസ് അനാലിസിസിൽ ഇതിൽ ഏതാ ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് എന്ത് ലീസ്റ്റ് ലൈക്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത്? പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, സ്കാറ്റർ ഡയഗ്രാം. ഓബ്വിയസ്ലി പൈ ചാർട്ട് ആണല്ലേ. ലൈൻ ചാർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടൈം ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാം. പൈ ചാർട്ടിലാകുമ്പോൾ നമുക്ക് ഒരു 4 സ്ഥലത്ത് എന്തൊക്കെ സംഭവിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു സർക്കിൾ ആയ കാരണം നമുക്ക് ടൈം സീരീസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പൈ ചാർട്ട് ലീസ്റ്റ് യൂസ്ഡ് ആണ്. ലൈൻ ചാർട്ടും ബാർ ചാർട്ടും സ്കാറ്റർ ഡയഗ്രാമും ആണ് ഇനി കൂടുതൽ യൂസ് ചെയ്യാം. സോ ഇതാണ് സെക്ഷൻ എ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഞാൻ സെക്ഷൻ ബിയുടെ വീഡിയോ വിൽ ബി അപ്ലോഡിങ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.